അതിലെ ഒരു രാംനാരായൺ എന്ന പേരുള്ള ഒരു ആളാണ്. അയാൾക്കാണ് അസോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. ലേറ്റർ ഓൺ ആ ദിവസം അയാൾ ഇത് എക്സ്പയർഡായി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട്. സോ അതിൽ പിന്നെ വാളയാർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 5 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തും, കാരണം SC/ST അട്രോസിറ്റി അടക്കം ഉള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ആൾക്കൂട്ട മർദ്ദനത്തിന് മറ്റ് പ്രത്യേക വകുപ്പുകൾ ചുമത്തും അങ്ങനെയാണ്? ഇതിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ്. സോ അന്വേഷണം പ്രകാരം ഇതിൽ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് ഈ കേസിൻ്റെ സംഭവിക്കാനാണ് പോകുന്നത്. അതെ അതെ, അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ബന്ധപ്പെട്ട സെക്ഷൻസ് കൂടി ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. കൂടുതൽ പ്രതികൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതെ, അതിൻ്റെ ലൈക്ലിഹുഡാണ്. കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ലൈക്ലിഹുഡാണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ എടുക്കും. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഇതിലെ ഒരു SIT ഫോം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു DYSP ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു 10 മെമ്പറിൻ്റെ ഒരു SIT ആണ്. അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ്, ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് SP പാലക്കാട്. ഈ മിനിസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞതിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ളവരാണ്. അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് ഫർദർ പറയാൻ പറ്റും. പ്രതികൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടോ? അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഇപ്പോൾ കുറ്റകൃത്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എവിഡൻസ് കളക്ഷനിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കേസാണ്. ഈ പ്രതികൾക്ക് കുറച്ച് കേസുകൾ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത്, പഴയ കേസുകളാണ്. സോ അത് നിങ്ങൾ 1 by 1 പരിശോധിക്കുന്നുണ്ട്. പഴയ കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ ബെയിൽ ക്യാൻസലേഷൻ, മറ്റ് സ്ട്രിക്റ്റ് ആക്ഷൻ ഞങ്ങൾ എടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നോക്കുമ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ട് തോന്നില്ല. പക്ഷേ ഇയാൾ നമുക്കാണ് മനസ്സിലാകുന്നത് അയാൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടിട്ട് ഒരു സംശയത്തിലാണ് ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉള്ളത്. ഫർദർ നമുക്ക് കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് വിറ്റ്നസ്സുകളുടെ മൊഴി എടുത്തിട്ട് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പ്രതികൾക്ക് ആന്റിസിഡൻസ് കുറേ പഴയ കേസുകളുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം ഇപ്പോൾ 2-3 കാര്യമായിട്ട് ദിവസം മാത്രമായിട്ടുള്ളൂ. ഫർദർ അന്വേഷിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അത് നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല. നമുക്ക് മറ്റ് ആളുകളുടെ പങ്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് മാത്രം പറയാൻ പറ്റും. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഉറപ്പായിട്ട് അത് പറയാൻ പറ്റില്ല. സാർ, ഇതിന്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു ആരോപണം വരുന്നുണ്ട്. അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്, വെരിഫിക്കേഷനിന്റെ ഭാഗമാണ്. കാരണം ഈ സംഭവത്തിൽ കുറേ ഐ വിറ്റ്നസ്സുകൾ കൂടി ആയിരിക്കും. സോ ഐ വിറ്റ്നസ്ക്ക് നമുക്ക് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മൊഴി എടുക്കേണ്ടതാണ്. സോ അത് ഒരു വെരിഫിക്കേഷൻ, ക്ലാരിഫിക്കേഷനിന്റെ ഭാഗമാണ്. അതും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രതികളായിരിക്കും, പക്ഷേ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് മാത്രമേ ലീഗൽ ആക്ഷൻ എടുക്കാൻ. കാരണം ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഉള്ളത്. കറക്റ്റ് ഒരു ആൾ പ്രതിയാണോ ഇല്ലോ നമുക്ക് അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ലീഗൽ ആക്ഷൻ എടുക്കാൻ സാധിക്കൂ. SIT-ന്റെ IO DYSP ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ആണ്. അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ്. കൂടുതൽ വീഡിയോസ് എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഒറ്റൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നത്. പക്ഷേ അതിലാണെങ്കിൽ ഈ പ്രതികളുടെ മുഖങ്ങളൊന്നും കൃത്യമായി വ്യക്തമല്ല. അപ്പോൾ കൂടുതൽ വീഡിയോസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അന്വേഷണം? അത് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ വീഡിയോസുകൾ കൂടി ലഭിക്കാൻ സാധ്യതയാണ്. നിങ്ങൾ അത് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സീസ് ചെയ്തിട്ട് കോടതിയിലേക്ക് ഹാജരാക്കും. ഈ കേസിൽ ഈ ഛത്തീസ്ഗഡ് സ്വദേശിയാണ്, ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ വളരെ പിന്നോട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ കേസിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ എങ്ങനെയായിരിക്കും അത് ബാധിക്കും? കാരണം മധുവിന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടാണ്. അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം വളരെ എഫക്റ്റീവായിട്ട് തന്നെ നടക്കും. അതിൽ യാതൊരു സംശയമില്ല.
പോലീസ് ആദ്യം ഘട്ടത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി ഞങ്ങൾ മർഡറിൻ്റെ സെക്ഷൻ വെച്ചിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ കേസ് ഇനിയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ലീഗലി മുന്നോട്ട് കൊണ്ടുപോകും. യാതൊരു സംശയമില്ല. വളരെ കോൺഫിഡൻ്റ് ആണ് ഞങ്ങളോട്. നമുക്ക് നല്ല പുറത്ത് വന്നൊരു വീഡിയോ ഉള്ള അതിന്റെ ഓഡിയോ ഉള്ളത് ഈ ബംഗ്ലാദേശികളാണോ എന്നാണ് ചോദിച്ചാണ് മർദ്ദിക്കുന്നത്. അത് അങ്ങനെ തെറ്റിദ്ധരിച്ചെന്തെങ്കിലും നടന്ന കൊലപാതകമാണോ, ബംഗ്ലാദേശിയാണെന്നോ വിചാരിച്ചു? അത് ആ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ വേറെ പല രീതിയിലുള്ള സംശയം കൂടി വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് കുറച്ചുകൂടി വിറ്റ്നസ്സുകൾക്ക് ചോദിച്ചിട്ട് കറക്റ്റ് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അതും ഒരു സംശയമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തീഫ് പോലെ ആണ് നടക്കുന്നത്. അതും ഒരു സംശയമാണുള്ളത്. ഇനിയിപ്പോൾ ഈ പുതിയ എഫ്ഐആർ ഉടൻ അതായത് എഫ്ഐആറിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് പുതുക്കും. അതെ, അത് ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ തന്നെ ഉണ്ടാവും. മേ ബി ടുഡേ വി വിൽ ബി സബ്മിറ്റിംഗ് സം റിപ്പോർട്ട്സ് റിഗാർഡിംഗ് ദാറ്റ്. പ്രതികളെ ഉടൻ കണ്ടെത്താനായിരിക്കും ആവശ്യം. അതെ, താങ്ക് യു. അല്ല, ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ചതിൽ കൂടുതൽ സംശയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, പോലീസ് ആ കാര്യം അന്വേഷിക്കുന്നുണ്ടോ? അത് ഒബ്വിയസ്ലി അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളുടെ ഈ രാഷ്ട്രീയ ബന്ധം, പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ പരിശോധിക്കുമോ പോലീസ്? അതും പരിശോധിക്കാം. അല്ല, എഫ്ഐആറിലോ റിമാൻഡ് റിപ്പോർട്ടിലോ ഒന്നും അത്തരം പരാമർശങ്ങളില്ലല്ലോ. അല്ല, ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പ്രകാരം അന്വേഷണം നമ്മുടെ ആദ്യഘട്ടത്തിലാണ് ഉള്ളത്. We have to take, because there are lot of witnesses and a lot of evidence to be collected. സോ അതുകൊണ്ട് ഇത് കുറച്ച് സമയമെടുക്കും. പക്ഷേ നമ്മുടെ അന്വേഷണം വളരെ ഫാസ്റ്റ് ട്രാക്ക് ബേസിൽ തന്നെ മുന്നോട്ട് പോകും. മന്ത്രി തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത് ഈ പ്രതികൾക്ക്. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.